നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കറൻ്റ്ലി റെലവൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമല്ല സംസാരിക്കാൻ പോകുന്നത്. പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് എന്നെ ഒരുപാട് സഹായിച്ച ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇറ്റ് ഈസ് അബൌട്ട് ജേർണലിംഗ്. ഓക്കെ, ജേർണലിംഗ് എന്ന് കൃത്യമായി മലയാളത്തിൽ പറഞ്ഞാൽ എഴുതുക എന്നാണ് അർത്ഥം. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ എഴുത്തോ കാര്യങ്ങളോ അല്ല. ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഫീലിങ്സ്, നമ്മൾ കടന്നു പോകുന്ന സിറ്റുവേഷൻസ്, ഇതെല്ലാം നമ്മൾ ഒരു പേപ്പറിൽ എഴുതുന്നതിനെയാണ് ലിറ്ററലി ജേർണലിംഗ് എന്ന് പറയാം. വിച്ച് മീൻസ് ബേസിക്കലി മൈൻഡ് ടു പേപ്പർ. നമ്മുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളൊരു പേപ്പറിൽ ഇങ്ങനെ ഒന്നും നോക്കാതെ വളരെ റോ ആയിട്ട് നമ്മൾ എഴുതുന്നതിനെയാണ് ജേർണലിംഗ് എന്ന് പറയുക. ഇത് ഡയറി എന്നുള്ള മെത്തേഡല്ല കേട്ടോ. ഈ ഡയറി എഴുതാമെന്ന് പറയില്ല, ഇന്ന സമയത്ത് എണീറ്റു, ഇന്ന സമയത്ത് കിടന്നു, ഇന്നാളെ കണ്ടു, നാളെ ഇന്ന പരിപാടികളുണ്ട്, ആ ഒരു സംഗതിയല്ല ജേർണലിംഗ് എന്നുള്ളത്. അപ്പോൾ ഈ ജേർണലിംഗ് ഞാൻ ചെയ്ത് തുടങ്ങിയത് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷൻസിൽ കൂടെയോ സിറ്റുവേഷൻസിൽ കൂടെ കടന്നു പോകണമെന്ന് വിചാരിക്കാം. നമുക്കിപ്പോൾ ഒരു ദിവസം ഒരു ഫ്രണ്ടിനെ വിളിച്ച് പറയാം, അല്ലെങ്കിൽ നമുക്കൊരു പാർട്ട്ണറോട് പറയാം. പക്ഷേ ഈ സിറ്റുവേഷൻ ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട് അല്ലേ? നമുക്ക് ഒരേ വിഷമം ഒരേ ആളുടെ അടുത്ത് എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കാൻ സാധിക്കില്ല. ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഈ കേൾക്കുന്നവർക്ക് അത് ഒരു ലെവൽ കഴിയുമ്പോൾ അവർക്കത് അത്രയ്ക്ക് അങ്ങോട്ട് പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, പോയിന്റ് നമ്പർ 1. മറ്റൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നമ്മൾ ചില ഇൻറ്റൻസ് ആയിട്ടുള്ള ഫീലിങ്സേ കൂടെ കടന്നു പോവുകയായിരിക്കും. അത് ചിലപ്പോൾ ഈ മൊമെൻ്റ് ആയിരിക്കും. നമുക്ക് ഈ മൊമെൻറ്റിലാണ് ഒരാളുടെ അടുത്ത് പറയാൻ തോന്നുന്നത്, ഒരാളെ വിളിച്ചിട്ട് കിട്ടണം, അല്ലെങ്കിൽ ഒരാളെ കാണണം, എനിക്കൊന്ന് പറയണം എൻ്റെ മനസ്സിൽ നിന്ന് എന്ന് നമുക്ക് തോന്നും. പക്ഷേ നമുക്ക് എല്ലാവരും എല്ലായ്പ്പോഴും അവൈലബിൾ അല്ല. നമുക്ക് ചിലപ്പോൾ ഫോൺ ചെയ്ത് ആ വ്യക്തി എടുത്തു എന്ന് വരില്ല, ചിലപ്പോൾ കാണാൻ വരാൻ സാധിച്ചു എന്ന് വരില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഈ ഇമോഷൻ അപ്പോഴും നിൽക്കുകയാണ്. ഇങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻസിൽ നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. ഞാൻ ജേർണലിങ്ങിലേക്ക് കടന്നത് ഈ 2 സാഹചര്യത്തിൽ തന്നെയാണ്. അതായത് എനിക്ക് സ്ട്രോങ് ആയിട്ട് ഇമോഷൻ ഫീൽ ചെയ്യുന്നു, പക്ഷേ ഒരേ കാര്യം ഒരേ ആൾക്കാരുടെ അടുത്ത് പറയാൻ സാധിക്കില്ല. നമ്മൾ വിചാരിക്കുന്ന നേരത്തെ നമുക്ക് പറയാനായിട്ട് ആ വ്യക്തികളും ഇല്ല. അപ്പോഴാണ് ഞാൻ എഴുതി തുടങ്ങിയത്. വിച്ച് മീൻസ് വാട്ട് എവർ ഐ എം ഫീലിംഗ്, എനിക്ക് വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു ഈവൻ്റ് ആയിരിക്കാം, വിഷമമായിരിക്കാം, അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പേപ്പറിൽ എഴുതാൻ തുടങ്ങി. അങ്ങനെ എഴുതി കഴിഞ്ഞപ്പോൾ കിട്ടിയ വലിയൊരു ആശ്വാസമുണ്ട്. അത് നമുക്ക് ഒരു പ്രാവശ്യം കിട്ടിയപ്പോഴാണ് ഓക്കെ ഈ സംഗതി കൊള്ളാലോ എന്ന് പറഞ്ഞ് പിന്നെ ആ ഒരു മെത്തേഡ് വളരെയധികം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഇറ്റ് ഹാസ് ബീൻ ഹൈലി ലൈഫ് ചേഞ്ചിങ് ഫോർ മീ. കാരണം ഇതിപ്പോൾ എന്താണെന്ന് അറിഞ്ഞിട്ടോ ഇതിൻ്റെ സയൻറ്റിഫിക് മെത്തേഡോ ഒന്നും പഠിച്ചിട്ടല്ല ഞാൻ ഇത് ചെയ്തു തുടങ്ങിയത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എഴുതാൻ ഇഷ്ടമായി, എഴുതി തുടങ്ങിയപ്പോൾ എനിക്ക് അതുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തു. ആൻഡ് ദെൻ ഐ സ്റ്റാർട്ടഡ് ഇറ്റ് ആസ് എ ഹാബിറ്റ്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നപ്പോൾ എനിക്ക് വളരെ നല്ല നല്ല ഡിസിഷൻസ് പോലും എനിക്ക് ജേർണലിങ്ങിലൂടെ എടുക്കാനായിട്ട് സാധിച്ചു. കൂടുതൽ വ്യക്തമായിട്ട് പറഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ നന്നായി മനസ്സിലാക്കാൻ പറ്റിയത് ജേർണലിങ്ങിലൂടെയാണ്. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, ഈ സിറ്റുവേഷൻസ് വന്നപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറിയത്, ഇനി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാൻ ഞാൻ എന്താ ചെയ്യണ്ടേ, അങ്ങനെയൊക്കെ എനിക്ക് എൻ്റെ ലൈഫിനെ കുറിച്ച്, എൻ്റെ ജോലിയെക്കുറിച്ച്, ഞാൻ എടുക്കേണ്ട തീരുമാനങ്ങളെക്കുറിച്ചെല്ലാം വളരെയധികം ക്ലാരിറ്റി കിട്ടാനായിട്ട് എന്നെ സഹായിച്ച ഒരു വണ്ടർഫുൾ മീഡിയമാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. ഇനി അപ്പോൾ ഇതാണ് ജേർണലിങ്ങിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്, ഓർ വൈ യു ഷുഡ് ഡു ജേർണലിംഗ് എന്നുള്ളത്. ഇനി ഇൻ കേസ് നിങ്ങൾക്കിപ്പോൾ ഇൻറ്റൻസ് ഇമോഷൻസോ പ്രഷറോ ടെൻഷനോ ഒന്നുമില്ല എന്നില്ലെങ്കിലും നിങ്ങൾക്കും ജേർണലിംഗ് ചെയ്യാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഐ ജസ്റ്റ് പോയിന്റ് ഔട്ട് ഹൗ ഡസ് ജേർണലിംഗ് ഹെൽപ്പ് യു, എന്തൊക്കെ മേഖലയിലാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ആണ് ഇറ്റ് ക്ലിയേഴ്സ് യുവർ മൈൻഡ്. അതായത് മെൻറ്റൽ ഡീക്ലട്ടറിങ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഫിസിക്കലി ഡീക്ലട്ടറിങ് ചെയ്യില്ല, ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ കളയും, ആവശ്യമുള്ള എടുത്ത് വയ്ക്കും, എല്ലാം ഒന്ന് കാറ്റഗറൈസിങ് കമ്പാർട്ട്മെൻറ്റ്സിലിടും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇത്. ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു മെൻ്റലി ഡീക്ലട്ടർ. അതായത് ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ഞാൻ ചിന്തിച്ച് കൂട്ടുന്നുണ്ട്, ചെയ്ത് കൂട്ടുന്നുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അതൊന്നും ഇനി വേണ്ട എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി ഇല്ലേ, അതൊക്കെ നമുക്ക് ജേർണലിംഗ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും. ഇനി രണ്ടാമത്തൊരു കാര്യമാണ്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് ഒരുപാട് എന്താ പറയുക സെൽഫ് റിലാക്സേഷൻ യു വിൽ ഗെറ്റ് ഫ്രം ജേർണലിംഗ്. അതായത് നമ്മൾ തന്നെ നമ്മളെ സൂത്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ജേർണലിംഗ് എന്നുള്ളത്. സെൽഫ് സൂത്തിങ്, ദാറ്റ് ഈസ് വെരി വെരി ഡിഫിക്കൽട്ട് ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച്. കാരണം ഇപ്പോൾ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലാണ്, എല്ലാവരും കൂടി പുറത്തു പോകുന്നു, തിരിച്ചു വരുന്നു. നമ്മളോടൊപ്പം
ടൈം സ്പെൻഡ് ചെയ്യുന്നത് വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ അടുത്ത് എന്താ ചെയ്യേണ്ടത് നമുക്കറിയില്ല. നമ്മളൊന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് എന്താ ചെയ്യേണ്ടത്, എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താ, ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോഴും ആൾക്കാരുടെ ഒപ്പം ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് തന്നെ എൻ്റെ ഒപ്പം എൻജോയ് ചെയ്യാൻ പറ്റില്ലേ എന്നൊക്കെ നമുക്കൊരു ചിന്ത വരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ ജേർണലിംഗ് ഈസ് ലൈക്ക് സെൽഫ് സൂത്തിങ്. യു നോ, വാട്ട് എവർ യു ആർ ഗോയിങ് ത്രൂ, യു ക്യാൻ ഓട്ടോമാറ്റിക്കലി സൂത്ത് യുവർ സെൽഫ് ഇഫ് യു ആർ ഡൂയിങ് എ പ്രോപ്പർ ജേർണലിംഗ് എന്നുള്ളൊരു കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെൻ്റൽ ഡീക്ലട്ടറിങ് പോലെ തന്നെ നമുക്ക് കിട്ടുന്ന മറ്റൊരു കാര്യമാണ് മെൻ്റൽ ക്ലാരിറ്റി എന്നുള്ളത്. ഞാൻ എന്താ ചെയ്യണ്ടേ, എവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയത്, എങ്ങനെയൊക്കെ എനിക്ക് കറക്റ്റ് ചെയ്യാം എന്നിങ്ങനെ ഒരുപാട് ഇറ്റ്സ് ലൈക്ക് ഓപ്പണിങ് അപ്പ് എ ട്രഷർ ബോക്സ്. നമ്മുടെ തന്നെ ഒരു ട്രഷർ ബോക്സ് ഓപ്പൺ ചെയ്യണ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ക്ലാരിറ്റി കിട്ടും, നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് നന്നായിട്ട് കൂടും. ഇതെല്ലാം നമുക്ക് വരുന്നത് ഈ ജേർണലിംഗ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലുള്ള ഒരുപാട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തലേന്ന് പോകുമ്പോഴാണ്. ഇതിന് ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ, നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിങ്ങനെ വെറുതെ പറഞ്ഞു പോയി നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാകുന്ന വരില്ല. ഇപ്പോൾ ഞാൻ ബാങ്കിങ് ജോലിയിലായിരുന്നു കുറച്ച് നാൾ. അപ്പോൾ എനിക്ക് ഈ ജോലി ഒട്ടും ആസ്വദിക്കാനോ ഇഷ്ടപ്പെടാനോ പറ്റുന്നില്ല. പക്ഷേ എനിക്കറിയുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന്. ഐ എം ജസ്റ്റ് നോട്ട് ഫീലിംഗ് ഹാപ്പി ഇൻ ദിസ്. സോ ഞാനിങ്ങനെ ജേർണൽ ചെയ്യുമ്പോൾ ഐ ജസ്റ്റ് പുട്ട് അപ്പ് എ ക്വസ്റ്റ്യൻ ലൈക്ക്, വൈ ആർ യു നോട്ട് ഹാപ്പി ഇൻ ദിസ് ജോബ്? അപ്പോൾ ആദ്യം വന്നത്, ഡു യു വാണ്ട് എ ട്രാൻസ്ഫർ? ഒരു ട്രാൻസ്ഫർ കിട്ടിയത് നിങ്ങൾക്ക് സന്തോഷമാവോ? അപ്പോൾ ഞാൻ ഇരുന്നിങ്ങനെ ആലോചിച്ച് തുടങ്ങി. എൻ്റെ മനസ്സിനെ ചോദിച്ചൊരു ചോദ്യമാണ്, ട്രാൻസ്ഫർ കിട്ടിയത് സന്തോഷമാവോ? ആലോചിച്ചു, ദെൻ നോ. ആൻഡ് ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാസ്, ഒരു പ്രൊമോഷൻ കിട്ടിയാൽ സന്തോഷമാവോ? ആൻഡ് സ്റ്റിൽ ദി ആൻസർ വാസ് നോ. പിന്നെ എന്ത് കിട്ടിയാലും എനിക്ക് സന്തോഷമാവാ? ഇതന്നെയാണ് ഞാൻ എഴുതിയത്. ആൻഡ് ദി ആൻസർ ദാറ്റ് സർപ്രൈസ്ഡ് ഈവൻ മൈസെൽഫ്, വിച്ച് വാസ് റെസിഗ്നേഷൻ. ഞാൻ ഒട്ടും ആ ഒരു സമയത്ത് റെസിഗ്നേഷനെ കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. പക്ഷേ എനിക്ക് വന്നൊരു ആൻസറാണ് റിസൈൻ. Sometimes your heart knows better what you actually want in life. I was shocked. എനിക്ക് ഒരുപാട് നാളെടുത്തു ഒന്ന് റിയലൈസ് ചെയ്യാൻ. സത്യം പറഞ്ഞാൽ എനിക്ക് വേണ്ടത് അത് തന്നെയാണ്. കാരണം എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ട് ഞാൻ ഹാപ്പിയല്ല, പ്രൊമോഷൻ കിട്ടിയിട്ട് ഞാൻ ഹാപ്പിയല്ല. ഞാൻ വെച്ചാൽ എൻ്റെ ഒരു കുഴപ്പമാണ്, ഞാൻ എന്തെങ്കിലും വേറെ ചെയ്യണമായിരിക്കും, ജോലിയിൽ തന്നെ എന്തെങ്കിലും ചെയ്യണമായിരിക്കും, അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് അൾട്ടിമേറ്റ്ലി അണ്ടർസ്റ്റുഡ് ദാറ്റ് ഐ ഷുഡ് ചേഞ്ച് ദിസ് ജോബ്. ഓൺലി ദെൻ ഐ ക്യാൻ ബി റിയലി ഹാപ്പി. അതൊരു പക്ഷേ ഞാൻ ജേർണലിംഗ് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരു റിയലൈസേഷൻ വരാൻ ഇനിയും താമസം എടുത്തേനെ. വരുമായിരിക്കും, പക്ഷേ ഇനിയും ഒത്തിരി താമസം വന്നു പോയേനെ എന്ന് എനിക്ക് സ്ട്രോങ് ആയി ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാണ് ഒരു മെൻ്റൽ ക്ലാരിറ്റിക്ക് എനിക്ക് നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് തരാനായിട്ടുള്ളത്. കാരണം ഇതൊന്നും നമുക്ക് ആരും ഹെൽപ്പ് ചെയ്യാനില്ല. ലൈക്ക് വാട്ട് യു വാണ്ട്, വൈ ആർ യു ദിസ് വേ, വൈ ആർ യു മെൻ്റലി ഡൗൺ, ഓർ വൈ ആർ യു തിങ്കിങ് ദ വേ യു ആർ തിങ്കിങ്. ഇതൊക്കെ നമുക്ക് വളരെ ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇമോഷൻസാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആൻസർ കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ ഇരുന്ന് ചകഞ്ഞ് പരിശോധിച്ച് എടുക്കണം. ആൻഡ് let me tell you, nobody can do that job other than you. അപ്പോൾ ഇതാണ് എനിക്ക് മെൻ്റൽ ക്ലാരിറ്റി എന്നുള്ളതിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഓവർ എ പീരീഡ് ഓഫ് ടൈം, ഇപ്പം ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരു ദിവസം ജേർണൽ ചെയ്തുകൊണ്ടോ ഒരു മാസം ജേർണൽ ചെയ്തുകൊണ്ടോ നടക്കില്ല. ഐ ഹാവ് ബീൻ ജേർണലിംഗ് ഫോർ ഓൾമോസ്റ്റ് 6-7 years നൗ. അപ്പോൾ അതിൽ നിന്നാണ് കേട്ടോ ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. നമുക്ക് പല ഹീൽ ചെയ്യാത്ത ഒരുപാട് ഏരിയാസൊക്കെ ഉണ്ടായിരിക്കും. നമുക്ക് അതും ഹീൽ ചെയ്യാനായിട്ട് ഒരുപാട് ജേർണലിംഗ് നമ്മളെ ഒരുപാട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ലെറ്റ് മീ ടെൽ യു, I don't know whether the word is correct, but let me tell you, it is a dirty process. കാരണം we have to go through the same experience again, and when we write, we will be like actually seeing it in front of us. അതൊന്നും നമുക്ക് അത്ര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമൊന്നും ആയിരിക്കില്ല. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പലരും ജേർണലിംഗ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് കൂടിയാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യുന്നത്. പക്ഷേ വൺസ് യു ഗോ ത്രൂ ദാറ്റ് പ്രോസസ്, യുനോ നമുക്ക് എവിടേക്കോ നമ്മുടെ ഭാരം പോകുന്ന പോലെ, നമ്മൾ ലൈറ്റ് വെയിറ്റ് ആവുന്ന പോലെ, എവിടേക്കോ അതായിട്ടൊരു സെറ്റിൽമെൻറ്റ് ചെയ്ത പോലെ നമുക്ക് ഓവർ പീരീഡ് ഓഫ് ടൈം ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇഫ് യു ഹാവ് ഗോൺ ത്രൂ സംതിങ് വെരി ഇൻറ്റൻസ് ഇൻ യുവർ ലൈഫ് ആൻഡ് യു റിയലി നീഡ് ഹെൽപ്പ്, ദെൻ യു ഷുഡ് ഡെഫിനറ്റ്ലി ഗോ ഫോർ എ തെറാപ്പി. അതല്ലാതെ ജേർണലിംഗ് ഒന്നും നമുക്ക് എന്താ പറയുക, നമ്മുടെ സൈക്കോളജിക്കലായിട്ടുള്ള ഇമോഷൻസിനോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് ഒരിക്കലും ഒരു പരിഹാരമല്ല. അതല്ല ഞാനിവിടെ സ്റ്റേറ്റ് ചെയ്യുന്നത്. ബട്ട് ജേർണലിംഗ് ഈസ് ഓൾവേസ് എ വണ്ടർഫുൾ പ്രോസസ് ടു ഐഡൻറ്റിഫൈ യുവർ സെൽഫ്, ടു നോ യുവർ സെൽഫ്, ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് സ്റ്റാർട്ട് ലവിങ് എന്നുള്ളത്. സോ അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനാണ് ഹൗ ടു ജേർണൽ. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനേ വേണ്ട. ടേക്ക് എ ബുക്ക്, സ്റ്റാർട്ട് റൈറ്റിംഗ് വാട്ട് എവർ യു ആർ ഫീലിംഗ്. അത്രേ ഉള്ളൂ ജേർണലിംഗ്. ഇതിനൊരു എന്താ പറയുക, ഒരു പ്രോപ്പർ ഫ്രെയിം വർക്കോ അങ്ങനത്തെ യാതൊന്നുമില്ല. ഇറ്റ് ഹാസ് ടു ബി ടൈലർ മെയ്ഡ്. നിങ്ങൾക്ക് എന്താണോ മനസ്സിലേക്ക് വരുന്നത് അത് നിങ്ങൾ എഴുതി തുടങ്ങണം എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു മെത്തേഡാണ് പ്രോംപ്റ്റ് ജേർണലിംഗ് എന്ന് പറയും. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിട്ടിടാം. ലൈക്ക് വൈ ആം ഐ സാഡ് ടുഡേ,
നിങ്ങൾക്കിപ്പോൾ ഒന്നും എഴുതാനില്ല എന്നുണ്ടെങ്കിൽ ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കൊടുക്കാം. ലൈക്ക് വൈ ആം ഐ ലൈക്ക് ദിസ് ടുഡേ, വൈ ആം ഐ സാഡ് ടുഡേ, ഓർ വാട്ട് മേഡ് മീ ഹാപ്പി ടുഡേ, എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം എടുത്തിട്ട് എന്തുകൊണ്ട് ആ പ്രശ്നം വന്നേ, അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ജേർണൽ ചെയ്ത് തുടങ്ങും. അതിനാണ് പ്രോംപ്റ്റ് ജേർണലിംഗ് എന്ന് പറയാം. ഇനി അതും അല്ലെങ്കിൽ ദർ ഇസ് സംതിങ് കോൾഡ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞാൽ അത് യൂഷ്വലി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ചെയ്താൽ നല്ലതായിരിക്കും. ഐ ഓൾവേസ് എൻഡ് മൈ ജേർണലിംഗ് വിത്ത് എ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്. എന്തെങ്കിലും ഒന്ന് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എഴുതിയിട്ടേ ഞാൻ എപ്പോഴും ജേർണലിംഗ് നിർത്തുള്ളൂ. വിച്ച് ഇസ് ബേസിക്കലി നമുക്ക് ഇന്ന് നടന്നൊരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഓൾറെഡി ഉള്ളൊരു കാര്യമായിരിക്കാം, അതിനെക്കുറിച്ച് ഒന്ന് അവിടെ മെൻഷൻ ചെയ്യാം. സോ ദാറ്റ് ഇസ് കോൾഡ് ആസ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്നുള്ളത്. ഇതാണ് ഹൗ ടു ജേർണൽ എന്നുള്ളത്. വെൻ ടു ജേർണൽ എന്നുള്ളതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. യൂഷ്വലി ഇറ്റ് ഇസ് എ സെയിം ആൻസർ. അത് ഇന്ന രീതിയിൽ ചെയ്യണം, ഇപ്പം ചെയ്യണം അപ്പം ചെയ്യണം, അങ്ങനെ ഒന്നുമില്ല. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ആണെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് യു ഡു ഇറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഓർ അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദി ഡേ, എനി ടൈം ഇറ്റ്സ് ഗുഡ്. ബേസിക്കലി നിങ്ങൾ വളരെ റിലാക്സ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ഇമോഷൻസിൽ കൂടെ പോകുന്ന ഏതൊരു സമയത്തും അല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ജേർണലിംഗ് ചെയ്യാം. നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് ചെയ്യാമെന്നേ ഞാൻ പറയുള്ളൂ. നമുക്കൊരു പക്ഷേ തോന്നും ഇപ്പോൾ ഒന്ന് എഴുതണം തോന്നും, പക്ഷെ അപ്പം നിങ്ങൾ എഴുതണം. അതല്ലാതെ അത് പിന്നത്തേക്ക് മാറ്റി വെച്ചാൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി, അതിൻ്റെ ഒത്തൻറ്റിസിറ്റി എല്ലാം കുറഞ്ഞു പോകും. അതുകൊണ്ട് എപ്പം നിങ്ങൾക്ക് തോന്നുന്നു ആ സമയം തന്നെ ബുക്ക് എടുക്കുക, സ്റ്റാർട്ട് റൈറ്റ് എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് അബൌട്ട് വെൻ ടു ജേർണൽ എന്നുള്ളത്. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഞാൻ പറയുകയാണ്. എനിക്കറിയാം മറ്റൊരു വലിയ പ്രശ്നം വെച്ചാൽ ഇത് ആരെങ്കിലും എടുത്ത് വായിച്ചാലോ എന്നുള്ളതാണ് എല്ലാവരുടെയും വലിയൊരു ടെൻഷനായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഒരിക്കലും അത് ആൾക്കാർ കാണുന്ന സ്ഥലത്ത് വയ്ക്കാതിരിക്കുക, മാക്സിമം എഴുതി കഴിഞ്ഞാൽ അപ്പം തന്നെ ഡിസ്പോസ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ആരെങ്കിലും എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഉണ്ടാകുന്ന ഒരു ആൻസൈറ്റി ട്രോമ എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല. ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് തിങ്. നമ്മുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അത്രയും റോ ആയിട്ട് എഴുതിയിട്ട് വേറെ ആൾ അതെടുത്ത് വായിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് എ ഗുഡ് തിങ് അറ്റ് ഓൾ. ഇറ്റ് ഇസ് നോട്ട് എ ഗുഡ് ഫീലിംഗ്. അപ്പോൾ എപ്പോഴും അത് ഡിസ്പോസ് ചെയ്ത് കളയാനായിട്ട് നോക്കുക, കത്തിച്ച് കളയുക, അല്ലെങ്കിൽ ഫ്ലഷ് ചെയ്യുക, അല്ലെങ്കിൽ കീറിക്കളയുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുമായിരിക്കും ഏറ്റവും നല്ലത്. ആൻഡ് സംടൈംസ് ഇപ്പോൾ ഞാനൊക്കെ ആ പോയിന്റിലെത്തി വേർ ഇഫ് എവർ എനിബഡി റീഡ്സ് മൈ ജേർണൽ ഐ ഡോണ്ട് ഗിവ് എ ഡാമൻ അബൌട്ട് ഇറ്റ്. ഞാൻ ആ ഒരു ലെവലിൽ വരെ എത്തിക്കഴിഞ്ഞു. ഇറ്റ്സ് ഓക്കെ. അത് അവരുടെ ക്വാളിറ്റിയെ കാണിക്കുന്നത്. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് മീ എന്ന് പോലും ഞാനിപ്പോൾ ചിന്തിക്കുന്നൊരവസ്ഥയാണ്. ബട്ട് എനിവേയ്സ് നിങ്ങൾ ആരെങ്കിലും ഒരു ജേർണൽ ബുക്ക് കാണുകയാണെങ്കിൽ, ഇത് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയോട് ഞാൻ പറയാം, നിങ്ങൾ ആരുടെയെങ്കിലും ജേർണൽ ബുക്ക് കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് തുറന്ന് വായിക്കാതിരിക്കുക. അത് നിങ്ങൾ അമ്മ, അച്ഛൻ, നിങ്ങൾ ബ്രദർ, സിസ്റ്റർ, പാർട്ട്ണർ ആര് വേണമെങ്കിൽ ആയിക്കോട്ടെ, ബട്ട് യു ഹാവ് നോ റൈറ്റ് ടു ഓപ്പൺ ആൻഡ് റീഡ് എ പേഴ്സൺസ് ബുക്ക്. ഇനിയിപ്പോൾ നിങ്ങൾ അറിയാണ്ട് തുറന്നു വായിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു സോ ആൻഡ് സോ നമ്മുടെ ആ വൈറസം മെൻറ്റാലിറ്റി നിർത്തിയിട്ട് പ്ലീസ് ക്ലോസ് എ ബുക്ക്. ദാറ്റ്സ് എ മോസ്റ്റ് ഡീസൻറ്റ് തിങ് യു ഷുഡ് ഷോ ടു യുവർ ലവ്ഡ് വൺസ് എന്നുള്ളതാണ്. സോ ഐ ഹോപ്പ് ദാറ്റ് ദിസ് വീഡിയോ വിൽ ഗിവ് യു സം ഇൻസൈറ്റ് ഇൻ ടു ജേർണലിംഗ് ആൻഡ് യു വിൽ സ്റ്റാർട്ട് ഡൂയിങ് ദാറ്റ്. ആൻഡ് അഗൈൻ ഐ എം ടെല്ലിങ്, ഇതെന്നും ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. അല്ലെങ്കിൽ എപ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നു അപ്പോഴൊക്കെ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. അത് 1-2 ദിവസം ചെയ്ത് പിന്നെ ചെയ്തില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടില്ല. അത്രമാത്രം എനിക്ക് മെയിനായിട്ട് സ്ട്രെസ് ചെയ്ത് പറയാനുള്ളൂ. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ. ലെറ്റ്സ് മീറ്റ് വിത്ത് അനദർ വീഡിയോ. താങ്ക് യു സോ മച്ച്.